നമസ്കാരം. കിറ്റി ടാരോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത 24 മണിക്കൂറിനുള്ള ഓറക്കിൾ മെസ്സേജസ് ആണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ ഓം നമ ശിവായ. ആദ്യത്തെ കാർഡ് ഒരു മെസ്സഞ്ചർ ആണ്. ആരോ വീട്ടിൽ വന്നൊരു മെസ്സേജ് കൊടുക്കുക. നിങ്ങളില്ലാത്ത സമയത്ത് ആരോ വീട്ടിൽ വന്നൊരു മെസ്സേജ് കൊടുക്കും. നിങ്ങളുടെ മെയ്ഡിന് വീട്ടിൽ ആരാണുള്ളത് അവർക്ക് കൊടുക്കുമെന്നാണ് പറയുന്നത്. ഒരു വിവാഹത്തിനെ കുറിച്ചിട്ടുള്ള ഇൻവിറ്റേഷൻ ആണത്. അതുപോലെ തന്നെ ചിലപ്പോ ഇത് ദൂരെ എവിടെയുള്ള ഒരു വിവാഹത്തിനാണ്. അതുകൊണ്ടാണ് ഒരാൾ വന്ന് പറഞ്ഞു, വീട്ടിൽ വന്ന് വിളിക്കുമെന്നാണ് പറയുന്നത്. അപ്പോ നിങ്ങളുടെ മെയ്ഡ് ആയിരിക്കും ഇതിനെക്കുറിച്ച് നിങ്ങളോട് പറയാൻ, സെർവന്റ് ആയിരിക്കും നിങ്ങളോട് ഇതിനെക്കുറിച്ച് പറയാൻ പോകുന്നത്. ഈ ആഴ്ചയായിരിക്കും വിവാഹം, ഇടുപിടി എന്നുള്ളൊരു വിവാഹം ആവാനാണ് വഴി. 24 മണിക്കൂറിനുള്ളിലാണ് നിങ്ങൾ അത് അറിയാൻ പോകുന്നത്. ഈ മെയ്ഡ് സെർവന്റ് തന്നെ ഇതിനകത്ത് വന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നോക്കിയത്. രണ്ടും ഒരേ ആള്. ഓൾറൈറ്റ്, 2 കാർഡാണെന്ന് ധരിക്കുക. പിന്നെ അടുത്തത് തോട്ട്സ്. നിങ്ങൾ ഭയങ്കരമായിട്ട് കാട് കയറി ചിന്തിക്കുന്നുണ്ട്. എന്തോ ഒരു പൈസയുടെ അത്യാവശ്യമുണ്ട് നിങ്ങൾക്ക് കാട് കയറി ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഓൾഡ് ആന്റി അല്ലെങ്കിൽ ഒരു ബന്ധു നിങ്ങൾക്ക് കുറെ പൈസ തന്ന് സഹായിക്കും 24 മണിക്കൂർ. നിങ്ങൾക്ക് എന്തോ ലോൺ അടയ്ക്കാനോ എന്തോ പൈസ തികയാത്തത് കൊണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. അപ്പൊ അത് എവിടെ നിന്ന് വരുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്കൊരു ഫോൺ കോൾ വരും. എന്താണ് പ്രശ്നം, ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂറിനുള്ളിൽ. പ്ലഷർ സീക്കേഴ്സിനെ കാണിക്കുന്നുണ്ട്. പ്ലഷർ സീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഇത്തിക്കണ്ണി പോലത്തെ നമ്മളുടെ കൂടെ നിന്ന് നമ്മളുടെ ചോര ഊറ്റി കുടിക്കുന്ന ആളുകൾ. പണിയൊന്നും ചെയ്യില്ല, നമ്മളെ ഇങ്ങനെ സ്തുതി പാടിക്കൊണ്ട്, പണ്ടൊക്കെ ഉണ്ടാവുമായിരുന്നു രാജാവിന്റെ കൂടെ, അത് തന്നെ ചിലർ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഒറ്റ പൈസ ചെലവാക്കില്ല, നമ്മളെ പൈസ ചെലവാക്കണം, അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പോ പ്ലഷർ സീക്കേഴ്സ് അവരുടെ ഒരു കൺസൊലേഷൻ. ഓക്കെ, ഈ പ്ലഷർ സീക്കേഴ്സ് നിങ്ങൾക്കൊരു ഇവരെ കൊണ്ടൊരു ഗുണം നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഒരു സ്ഥലത്ത് പെട്ടുകിടക്കാന്ന് വരിക, നിങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല. മനസ്സിലായോ? ഒരു കോണ്ടാക്ട്, നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽസ് പുറത്തേക്ക് കൊടുക്കാനും പറ്റുന്നില്ല. നിങ്ങളൊരു സ്ഥലത്ത് അകപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന, നിങ്ങൾ അധികം സഹായിക്കാതിരുന്ന, നിങ്ങൾ കുറെ സഹായിച്ചിട്ടുള്ള ഈ ആൾക്കാരുടെ ഉപയോഗം നിങ്ങൾക്കിപ്പോ വരും. ഇവര് നിങ്ങളെ കുറിച്ചുള്ള അറിവുകൾ, നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പാസ് ചെയ്യാനുള്ള മെസ്സേജസ് നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എത്തിക്കുമെന്ന് പറയുന്നുണ്ട്. അടുത്തത് ഒരു ലെറ്റർ ആണ് ഇവിടെ. പിന്നെ ആരോ കാത്തിരിക്കുന്ന ഒരാൾക്ക് ഒരു ലെറ്റർ വരും. അപ്പൊ നിങ്ങൾ ഭയങ്കര സങ്കടപ്പെട്ട് കാത്തിരിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഗൾഫിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല, ഇന്റർനെറ്റ് ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആരോ പെട്ട് കിടക്കുകയാണെങ്കിൽ അവരുടെ അടുത്ത് നിങ്ങൾക്കൊരു ലെറ്റർ, അവർ കുറെ നാൾ മുമ്പ് അയച്ച ലെറ്റർ ആയിരിക്കും, അത് നിങ്ങൾക്ക് 24 മണിക്കൂറിനുള്ളിൽ കിട്ടുമെന്നാണ് പറയുന്നത്. അതൊരു സമാധാനമാണ്. അതിന്റെ കൂടെ ഒരു ഗിഫ്റ്റും കൂടെ അയച്ചിട്ടുണ്ട്. ചിലപ്പോൾ സ്പീഡ് പോസ്റ്റിലൊക്കെ ആയിരിക്കും അയച്ചിരിക്കുന്നത്. അത് വരാൻ കുറെ സമയം എടുത്തു, എന്നാലും 24 മണിക്കൂറിനുള്ളിൽ അത് നിങ്ങൾക്ക് വന്നു ചേരുമെന്നാണ് പറയുന്നത്. താങ്ക് യു.